ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നവകേരളത്തിനായി CPM അവതരിപ്പിച്ച ആരോഗ്യമന്ത്രിയായിരുന്നു വീണ ജോർജ്. കെ ശൈലജയെ പോലെ ഒരു നല്ല പ്രാഗൽഭ്യം തെളിയിച്ച ആരോഗ്യമന്ത്രിയെ മാറ്റി അതിലേറെ മികവ് കാട്ടുമെന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് ഈ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി ആക്കിയത്. പക്ഷേ 5 കൊല്ലം കൊണ്ട് ആരോഗ്യ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പല പല ആരോപണങ്ങളുണ്ടായി, ചികിത്സാ പിഴവുകളുണ്ടായി, ശസ്ത്രക്രിയാ പിഴവുകളുണ്ടായി, കത്രിക വയ്ക്കുന്ന സംഭവം ഉണ്ടായി, ആശുപത്രിയിൽ ഡോക്ടർമാരും നഴ്സുമാരും പട്ടി പേടിച്ച് കുറ്റിയിട്ടിരിക്കുമ്പം രോഗി മരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കേരളം കാണാത്ത പല വിചിത്രമായ സംഭവങ്ങളും, ആശുപത്രികളിൽ ഡോക്ടറിനെ കുത്തിക്കൊല്ലുന്ന ഒരു അക്രമി അവിടെ എത്തുന്ന ആൾ കുത്തിക്കൊല്ലുന്ന സംഭവം ഉണ്ടായി. പക്ഷേ ഈ നമ്മുടെ ആറന്മുളയാണ് വീണ ജോർജ് പ്രതിനിധീകരിച്ചിരുന്നത് നിയമസഭയിൽ. സത്യം പറഞ്ഞാൽ ആറന്മുളയിലൊരു അത്ഭുതകരമായ വിജയം തന്നെയാണ് ആദ്യ തവണ അവർ നേടിയെടുത്തത്. അത് പ്രത്യേകിച്ച് ശിവദാസൻ നായരെ പോലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു ശക്തി കേന്ദ്രം, കോൺഗ്രസിന്റെ ഒരു ശക്തി കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് ആറന്മുള അറിയിച്ചിരുന്നത്. അവിടെ ഒരു അത്ഭുത വിജയം ഈ ആറന്മുളയിലെ മതസമവാക്യങ്ങളെ അനുകൂലമാക്കി വീണ നേടി. ആദ്യത്തെ ടേമിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് തന്നെ വിലയിരുത്താം. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമിൽ അവർ വളരെ അനായാസം ജയിച്ചു, ആരോഗ്യമന്ത്രി ആയതിനു ശേഷം അവർ പത്തനംതിട്ട ജില്ലയിലെ തന്നെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നു. CPMന്റെ സംസ്ഥാന സമിതിയിൽ സ്ഥിരം നേതാവാക്കി. ഇതിനെ പത്മകുമാർ എന്ന് പറഞ്ഞ നേതാവ് എതിർത്തു. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ വീണയെ എതിർത്തവരെല്ലാം വെട്ടിയൊതുക്കി. അപ്പം വീണ എല്ലാ അർത്ഥത്തിലും അവിടെ ഒരു കരുത്തുറ്റ കഥാപാത്രം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിയായി മാറുമെന്ന് സമുദായ പിൻബലം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആറന്മുളയിൽ വീണയ്ക്ക് അടിതെറ്റി. അബിൻ വർക്കി പ്രതീക്ഷയിലും മികച്ച വിജയം നേടി. ഈ വീണ ജോർജിന്റെ എതിരായ വികാരം, പിണറായി വിരുദ്ധ വികാരം പോലെ തന്നെ വീണ വിരുദ്ധ വികാരം ആറന്മുളയിൽ ആഞ്ഞടിച്ചപ്പം സാക്ഷാൽ കുമ്മനം രാജശേഖരന് പോലും പ്രതീക്ഷ വോട്ട് പിടിക്കാൻ പറ്റില്ല. കാര്യം എല്ലാ വോട്ടുകളും കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഇലക്ഷൻ മുമ്പ് തന്നെ ഈ വിഷയങ്ങളുണ്ടായി. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണയുടെ ഒരു അടുത്ത ബന്ധു, ആരാണെന്ന് അറിഞ്ഞുകൂടാ, പറഞ്ഞതായി മാധ്യമങ്ങളിൽ വരികയാണ്, കണ്ണൂരിലുണ്ടായ സംഭവങ്ങളാണ് വീണയെ തോൽപ്പിച്ചത്. ഉറപ്പാണല്ലോ അത്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിന് പിന്നെ വ്യക്തി ആരാണ്? ആദ്യഘട്ടത്തിൽ എല്ലാവരും AN ഷംസീർ സ്പീക്കർ ആയിരുന്ന AN ഷംസീറിന്റെ തലയ്ക്കാണ് വെച്ചത്. ഷംസീറാണ് ഈ ബുദ്ധി. AN ഷംസീറിന് അതിലൊരു പങ്കുണ്ട്. ഇത് ഒരു വീണ ജോർജ് ഒരുപക്ഷെ അപ്പൊ തന്നെ ട്രെയിൻ കയറി പോയന. വീണ ജോർജിനെ അവിടെ നിർത്തിയതും ഇത് ഒരു അക്രമമാക്കി മാറ്റണമെന്നും ഒക്കെ ആരോ ആ ഘട്ടത്തിൽ ഉപദേശിച്ചിരുന്നു. അവിടെ AN ഷംസീർ ഉണ്ടായിരുന്നു. അതുപോലെ വീണ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു, സജീവൻ. CPMന്റെ AK സെന്ററിലെ മുൻ സെക്രട്ടറി കൂടിയായ സജീവനും അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥ ആരോഗ്യമന്ത്രി അദ്ദേഹമാണെന്നാണ് പൊതുവെ പറയുന്നത്. എന്തായാലും അവരുടെ ഇടപെടൽ ഉണ്ടാവാം. പക്ഷേ അതിനെ ആയുധം കൊണ്ടുള്ള അക്രമമാക്കി മാറ്റിയത്, അതായത് വീണ ജോർജിന്റെ ഗൺമാൻ കൊടുത്ത ആദ്യ മൊഴി അവിടെ ഒരു പ്രതിഷേധവും സംഘർഷവും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൊല്ലാൻ ശ്രമിച്ചു, വധശ്രമത്തിനൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ആയിരുന്നു എന്നാണ് ഇപ്പം വീണ ജോർജിന്റെ ബന്ധു എന്ന് പറയുന്ന ആൾ ആരോപിച്ചതായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. മാതൃഭൂമിയാണ് ഇത് തരത്തിൽ വാർത്ത പുറത്തുവിട്ടത്. ഈ വാർത്തയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, കണ്ണൂരിലെ സംഭവം കഴിഞ്ഞ് വീണ ജോർജ് ആശുപത്രി കിടക്കുന്നു, ICU കിടക്കുന്നു. അവിടുന്ന് പെട്ടെന്നൊരു ദിവസം ഡിസ്ചാർജ് വാങ്ങിച്ച് പത്തനംതിട്ട. അതിനുശേഷം അന്ന് തന്നെ ഒരു വാർത്ത വന്നിരുന്നു, ആറന്മുളയിൽ ഇനി വീണയ്ക്ക് സീറ്റ് കൊടുക്കരുതെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു. അത് വലിയൊരു വാർത്തയായിരുന്നു. പത്തനംതിട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നെ പിണറായി വിജയൻ ചില ഇടപെടലുകളൊക്കെ നടത്തി വീണയെ തന്നെ അവിടെ മത്സരിപ്പിക്കുകയായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് വാർത്ത വന്നപ്പോഴും ഭർത്താവ് അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ചില കുടുംബപരമായ കാര്യങ്ങൾ കാരണമാണ്, മക്കളെ നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ന്യായത്തിലാണ് നിന്നത്. പക്ഷേ ഇപ്പം ബന്ധു പറയാണ്, ഈ കണ്ണൂരിലെ അക്രമത്തിൽ ശശി ചില ഇടപെടലുകൾ നടത്തി വീണയെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമം നടത്തി, ICUവിൽ അടക്കം പ്രവേശിപ്പിച്ചത് അതാണ്. അത് തിരിച്ചടിയാകുമെന്ന് ഭർത്താവിന് അന്ന് തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് ഭർത്താവ് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങിച്ച് രാത്രി കൊണ്ടുവന്നു എന്നാണ് ബന്ധു പറയുന്നത്. ശരിയായിരിക്കാം, കാരണം നമുക്ക് തന്നെ ഊഹിക്കാം ഏറ്റവും വലിയ അസുഖമില്ലാത്ത ആരോഗ്യമന്ത്രിയെ ICUവിൽ കിടത്തി എന്നുള്ളതാണ്. അതെ, അന്ന് വന്ന ഒരു സെൽഫിയൊക്കെ നഴ്സുമാരെ കൂട്ടത്തിലുള്ള സെൽഫിയും സന്തോഷ പ്രകടനമൊക്കെ ചർച്ചയായിരുന്നു. ആ ചർച്ചകളെല്ലാം ശരിയാണെന്ന തരത്തിലാണ് ഇപ്പം ഈ ബന്ധു പറയുന്നത്. അല്ല, ശശിയെ സംബന്ധിച്ചിടത്തോളം UDFന്റെ പ്രധാന വിജയശില്പി ഒരാളാണ് പക്ഷേ എപ്പോഴും അങ്ങനെയാണ് വിജയശില്പിയാണ്. ഈ ആരോപണം ശശി നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ ഇടപെട്ടിട്ടില്ല, അത് പറയുന്ന തെറ്റാണെന്ന് ശശി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ശശി ഇടപെടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു അയല പോലും അനങ്ങില്ലെന്ന് എല്ലാവരും മുഖ്യമന്ത്രി അറിയാതെയാണ് ശശി ഇത് ചെയ്തതെന്നാണ്. മുഖ്യമന്ത്രി പെർമിഷൻ ശശിക്ക് ആവശ്യമില്ല, ചെയ്യും. എന്തായാലും ശശി ചെയ്തില്ലെന്ന് ശശി പറയുന്നു. അപ്പൊ അത് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു ബന്ധുവിൻ്റെതായിട്ട് ഒരു പത്രത്തിൽ ഇത്രയും വലിയൊരു ആരോപണം വരുമ്പോൾ വീണ ജോർജ് പ്രതികരിക്കണം.
മാത്രമല്ല കുടുംബം മൊത്തത്തിൽ ഇക്കാര്യത്തിൽ ഒരു അസ്വസ്ഥരായെന്നാണ് പറയപ്പെടുന്നത്. ഈ ശശിയുടെ ഇടപെടലിൽ അവർ കുടുംബം അപ്സെറ്റായി. കാരണം ഈ നാട്ടുകാരുടെ മുന്നിൽ വീണയുടെ മാനം പോയ അവസ്ഥ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദി ശശിയാണ്. പല കാര്യങ്ങളിലും ശശി ഇടപെട്ടിട്ടുണ്ടെന്ന് ഭർത്താവ് പറഞ്ഞതാണ് ഇങ്ങനെ ഇടപെടുന്നത്. ശശി ഇടപെടാതിരിക്കില്ലല്ലോ. എന്തായാലും ഈ വീണ ജോർജിന്റെ ഭർത്താവ് ആദ്യഘട്ടത്തിൽ മത്സരിക്കണ്ട എന്ന് പറഞ്ഞത് കുടുംബ പ്രശ്നങ്ങൾ കാരണമല്ലെന്നും രാഷ്ട്രീയ അധാർമികമായ ഇടപെടലുകൾ ചില കേന്ദ്രങ്ങളിൽ നടന്നു വന്നതും ഒരു വശം ശശി മറുവശത്ത് പ്രൈവറ്റ് സെക്രട്ടറി കാണും. അവിടെ നിന്നുള്ള സമ്മർദ്ദം വരുമ്പോൾ വീണ ജോർജ് പെട്ടു. കാരണം അവർക്ക് നോ പറയാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ഇവര് പറയുന്നത് ഈ സംഭവം കൊണ്ട് വീണ ജോർജ് തോറ്റു എന്നാണ്. ഈ സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ വീണ ജോർജ് ആറന്മുള ജയിക്കത്തില്ല. അത്രയും പേരുദോഷം ആരോഗ്യവകുപ്പിന് അതിനു മുമ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ കച്ചവടം നടത്താൻ വേണ്ടി അവരെല്ലാം കൂടെ ചുറ്റും നിൽക്കുമ്പോഴേ വീണ ജോർജ് പെട്ടുപോയില്ലേ. അവർ കച്ചവടം നടത്തിക്കൊണ്ട് അവരങ്ങ് പോവുകയും വീണ ജോർജ് എല്ലാം ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഈ അവസാന വട്ട നാടകത്തിന് പിന്നിലെ ഒരു കഥ, അത് സത്യം പറഞ്ഞാൽ ഇതും ഈ മാതൃഭൂമി വാർത്തയും CPM നിലവിലെ സാഹചര്യത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഈ മാത്രമല്ല പി ശശി 96 നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അതെ. അപ്പോൾ അന്ന് നായനാർ മന്ത്രിസഭ കാലത്ത് ആ മന്ത്രിസഭയുടെ കാര്യത്തിൽ തീരുമാനമാക്കി 2001 UDFനും 99 സീറ്റും കൊണ്ട് ഭരണത്തിലേറാൻ ശശി നേടിയ സഹായം വളരെ വലുതാണ്. ഇപ്പോൾ ശശി ആദ്യഘട്ടത്തിൽ വന്നത് പുത്തല ദിനേശനായിരുന്നു. മനുഷ്യൻ. അദ്ദേഹത്തെ മാറ്റിയിട്ട് 2000 കാര്യം ഈ ശശി ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടെങ്കിൽ പോലും വന്നാലും ഒന്നും നടക്കൂല. കാരണം അവിടെ ജീവസുധാരനും പുത്തലത്ത് ദിനേശന്റെ കാലത്ത് പോലീസിന് സ്വതന്ത്രമായ കുറെ അധികാരങ്ങളുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ആവശ്യമായ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുള്ളായിരുന്നു. അന്ന് ലോക്നാഥ് ബെഹ്റ ആയിരുന്നു കേരളത്തിന്റെ പോലീസ് ചീഫ്. ഇവർക്കിടയിൽ ഒരു വല്ലാത്ത കെമിസ്ട്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശശി വന്നതോടെ ഇത് മാറി. ശശി പഴയ ഓർമ്മയാണ്. പണ്ട് 1996 ഇരുന്ന് അന്നത്തെ ഇടതുപക്ഷ മുന്നണിയെ തീർത്തതുപോലെ ശശി വീണ്ടും വന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ മന്ത്രിസഭയുടെ കാലത്ത് ശശിയെ കൊണ്ടുവന്നാൽ കാര്യങ്ങൾ എളുപ്പമാവില്ല. കാരണം അവിടെ സുധാകരനും തോമസ് ഐസക്കും അതുപോലെയുള്ള പ്രഗത്ഭന്മാരും മന്ത്രി ശശി അങ്ങോട്ട് ചെന്ന് പണിയാക്കണമെന്ന് പറയാം അവർ. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. കമ്പനി വഴിപോക്കന്മാരെ പിടിച്ച് മന്ത്രിമാരാക്കിയപ്പം ശശി അവിടെ വന്ന് ശശി രാജാവായി വാണു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. എല്ലാ കാര്യത്തിലും ശശിയാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ വീണ ജോർജിനെ തോപ്പിച്ച ശശി മാത്രമല്ല, വീണ ജോർജിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇടതുമുന്നണിക്ക് മൊത്തത്തിലെ അവസാന ഘട്ടത്തിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുക്കാൻ ഈ കണ്ണൂരിലെ വീണ ജോർജിന്റെ നാടകം കാരണമായി. പക്ഷെ ഒരു കാര്യം, ഇനി ആര് പറഞ്ഞാൽ വീണ ജോർജ് അപ്പോഴും സത്യം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആശുപത്രി പോകണില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. പറയാൻ പറ്റില്ലല്ലോ. CPM ഒരു മന്ത്രിയായി കഴിഞ്ഞാലേ പിന്നെ ഇവർ തീരുമാനിക്കും വീണ ജോർജ് എന്ത് പറയണമെന്നുള്ളത്. CPM നേതാക്കൾ മരിച്ചാലുള്ള അവസ്ഥ. അപ്പോഴും എനിക്കൊരു കാര്യം പറയാനുണ്ട്. CPM ആണ് വീണ ജോർജിനെ അഡ്മിറ്റ് ചെയ്തത്. അങ്ങനെ CPM അഡ്മിറ്റ് ചെയ്ത വീണ ജോർജിനെ ഭർത്താവിന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്നാണ്. അതെ, അവസാനം നിലപാടുണ്ടെങ്കിൽ CPM തിരുത്താന്നാണ്. എനിക്കൊന്നും ഭർത്താവെന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് അദ്ദേഹം ഇറക്കിക്കൊണ്ട് പോയതായിരിക്കും. ഞാൻ പറയുന്ന ഒരു സാധാരണ പഴയ CPM അത് പറ്റത്തില്ല. CPM കിടത്തിയതാണ്. അത്രേ ഉള്ളൂ. മാത്രമല്ല ഒരു CPM നേതാവ് മരിക്കുമ്പോൾ അവിടെ ആരൊക്കെ പങ്കെടുക്കണം, എന്ത് ചടങ്ങ് നടത്തുന്നതിലും പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കല്യാണം നടത്തുമ്പോൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എല്ലാ കാര്യം തീരുമാനിക്കുന്ന പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെട്ടാണ്. അഭിനയിക്കാൻ പറഞ്ഞാണ്. സ്റ്റാർട്ട് ആക്ഷൻ വരെ ശ്രീനിവാസൻ പറയുമ്പോൾ ഇതെല്ലാം വീണ ജോർജ് പറയേണ്ട കാര്യങ്ങളാണ്. എന്താണ് അവിടെ നടന്നത്? അവരൊരു ബന്ധു പറഞ്ഞിരിക്കുന്നു, ഇത് ശരിയാണോ? അതേപോലെ വീണ ജോർജ് പോലീസിന് കൊടുത്ത മൊഴി അങ്ങനെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഈ KSUക്കാരെ മനഃപൂർവ്വം ജയിലിൽ ഇട്ട എന്തിനാണ്? അവർ കേസ് കൊടുത്താൽ പിന്നെ വീണ കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളെല്ലാം ആ കേസിനെ തന്നെ ആ പയ്യന്മാർക്ക് വളരെ ഗുണകരമാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, വീണ ജോർജിനെ സംബന്ധിച്ച് അവർ മാധ്യമപ്രവർത്തകരായിരുന്ന ഒരാളാണ്. അവരങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് മന്ത്രിയാവുന്നു. അവർക്ക് ഇനിയും രാഷ്ട്രീയം തുടരാൻ താല്പര്യമില്ലെങ്കിൽ അവർ ഉള്ളാരും തുടർന്ന് പറയുന്നതാണ് നല്ലത്. ഒരു മാധ്യമപ്രവർത്തകരുടെ ഒരു ആർജവം ഉണ്ടെങ്കിൽ. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഭർത്താവ് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു. അവര് പിണറായി വിജയന്റെ സപ്പോർട്ടിലൂടെ വീണ്ടും മത്സരിച്ചു. പാർട്ടിക്ക് മോശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മത്സരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന ഇനി വീണ ജോർജ് രാഷ്ട്രീയത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്നത് എനിക്ക് സംശയമാണ്. അതെ, ഈ അവരെ മുഴുവൻ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ഇമേജ് മുഴുവൻ താറുന്നതായിരിക്കും. ഒരു പിൻവാങ്ങലിന്റെ സൂചനയാണ് ഈ ബന്ധുവിന്റെ വെളിപ്പെടുത്തലും തരുന്നത്. രാഷ്ട്രീയ പിൻവാങ്ങലിന്റെ സൂചന. എന്തായാലും ആറന്മുളയിലെ തോൽവി വീണ ജോർജിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, ഈ നമ്മൾ ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. സമൂഹം എന്ന മറ്റേ പറഞ്ഞ സത്യനന്ദ കണ്ട ഒരു സിനിമയുണ്ട്. അതിൽ ഈ നമ്മുടെ സുഹാസിനിയുടെ കഥാപാത്രം പിടിച്ചുകൊണ്ട് MLA ആക്കിയിട്ട് അവസാനം ആ MLA ആ സ്ത്രീ നട്ടം തിരിഞ്ഞ് ഓടേണ്ടി വന്ന ഒരവസ്ഥയുണ്ട്. ഇത് അതിന്റെ വേറൊരു പതിപ്പായി നമുക്ക് തോന്നുന്നു. അതിലൊരു സിനിമ പോലെയാണ് സമൂഹം എന്ന് പറഞ്ഞ സിനിമ. അതെ, കറക്റ്റാണത്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു സിനിമയാണ്. ഒരു സ്ത്രീ വീട്ടമ്മ അല്ലെങ്കിൽ വളരെ സന്തോഷം, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു സ്ത്രീ പെട്ടെന്ന് പിടിച്ചുകൊണ്ടുവന്ന് MLA ആക്കി
പിന്നീട് അങ്ങോട്ട് കണ്ടില്ല പാർട്ടി സെക്രട്ടറി നടപടി അവിടെയും ഒരു ഭർത്താവിന്റെ ഇടപെടലുണ്ട്. അവിടെയും ആ കഥാപാത്രം ഇടപെടുന്നുണ്ട്. സമൂഹം എന്ന സിനിമയിൽ ഭർത്താവാണ് നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നത്. പിന്നീട് അത് ഭർത്താവോ കാമുകനോ കല്യാണം കഴിഞ്ഞ ബന്ധു എന്തോ ആണ്. അവസാനം അതെല്ലാം അട്ടിമറിക്കപ്പെടുന്നതാണ് ഈ സമൂഹം എന്ന് പറയുന്ന സിനിമ. അതെ അതെ അതെ. അപ്പൊ അതുപോലെ ആ അവസ്ഥ പാവം നമ്മളെ വീണ ജോർജിന് എത്തി. കാരണം അവർക്ക് നിസ്സഹായാണ്, അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. സുഹാസിനി പറഞ്ഞതുപോലെ തുറന്നു പറച്ചിലുകൾ നടത്തുക എന്നുള്ളതാണ് സിനിമയിലെ കഥാപാത്രം. അത്രേ ഉള്ളൂ. അവസാനം ഇതിനോട് ഇനിയിപ്പോ അവന്മാരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അടപടലം പൊളിഞ്ഞടിക്കുന്ന സമയത്ത് ഇനി പ്രഖ്യാപിക്കാം, വിളിച്ച് പറയാം എന്താണ് അതാണ് സംഭവിച്ചത് എന്നുള്ളത്. എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചതാണെന്ന് അവർ ധൈര്യമായിട്ട് പറയാം.